പാകിസ്ഥാൻ ഭീകരവാദികളെ വാർത്തെടുക്കുന്ന ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാന കേന്ദ്രങ്ങളിൽ മെയ് 7-ന് പുലർച്ചെ 1-നും 1:30-ക്കും ഇടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും സംയുക്ത നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. നിരപരാധികളും നിരായുധരുമായ ടൂറിസ്റ്റുകളുടെ മരണത്തിലൂടെ സുമംഗലിമാരായ ഇന്ത്യൻ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചതിന് റഫാലിന്റെ അഗ്നിച്ചിറകുകൾ പ്രതികാരം ചെയ്തു. കേൾക്കാം റഫാൽ എന്ന യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകളും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി റഫേൽ മാറിയതെങ്ങനെയെന്നും. ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ഡെസോ ഏവിയേഷൻ 1986 കാലഘട്ടത്തിൽ നിർമ്മിച്ച അത്യാധുനിക യുദ്ധവിമാനമാണ് റഫേൽ. 2001-ൽ ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായ റഫേൽ ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ മൾട്ടി റോൾ കോമ്പാറ്റ് വിമാനങ്ങളിൽ ഒന്നാണ്. കപ്പലിൽ നിന്നും കരയിലെ ഏതെങ്കിലും ബേസിൽ നിന്നും അതിവേഗം പറന്നുയരാൻ കഴിയുന്ന 2 സാഫ്രോൺ M88 എഞ്ചിൻസ് ആണ് അതിനുള്ളത്. ഇവ ഓരോന്നിനും 50 കിലോ ന്യൂട്ടൺ വരെ ഡ്രൈ ത്രസ്റ്റിലും ആഫ്റ്റർ ബർണറുകൾ ഉപയോഗിച്ചിട്ട് 75 കിലോ ന്യൂട്ടൺ വരെ വെറ്റ് ത്രസ്റ്റിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ടെർബോ ഫാനുകളുണ്ട്. ഈ എഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മോഡുലാർ ഡിസൈൻഡ് ആണ്. എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വേഗം ശരിയാക്കാനും മോഡിഫിക്കേഷൻസ് വരുത്താനും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് എഞ്ചിൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എഞ്ചിൻ മാറ്റാതെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റഫേലിനെ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ഒതുക്കമുള്ള ഫൈറ്റർ ജെറ്റാണത്. അതിൻ്റെ എഞ്ചിനും ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. അതുകൊണ്ടാണ് മണിക്കൂറിൽ 2445 കിലോമീറ്ററോളം പറക്കാൻ പറ്റുന്ന സൂപ്പർ സോണിക് ഫ്ലൈറ്റ് ആയിട്ട് അത് മാറിയത്. സൂപ്പർ സോണിക് എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 1234 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവും സൂപ്പർ സോണിക് ആണ്. അപ്പോൾ റഫേലിന്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൗണ്ട് വേവിനേക്കാളും ഫാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഗസ്റ്റ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് എന്നർത്ഥം വരുന്ന റഫാൽ എന്നതിന് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെ പറക്കുന്നത് വെറുതെയല്ല, ഒത്തിരി അധികം ഭാരം വഹിച്ചുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ അത് പറക്കുന്നത്. റഫേലിന്റെ എക്സ്റ്റേണൽ ലോഡ് കപ്പാസിറ്റി 9.5 ടണ്ണാണ്. 4.7 ടണ്ണോളം ഇന്റേണൽ ഫ്യൂവലും 6.7 ടണ്ണോളം എക്സ്റ്റേണൽ ഫ്യൂവലും അതിന് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ റഫേലിൽ ഘടിപ്പിച്ചിരിക്കുന്ന 30mm ട്വിൻ പോഡ് കാനണിൽ സ്കാൽപ്പും ഹാമറും പോലുള്ള എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും മൈക്ക മീറ്റിയോർ പോലുള്ള എയർ ടു എയർ മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് റഫേലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ. ഇനി ഇന്ത്യ റഫേലിനെ ഇഷ്ടപ്പെടാനും സ്വന്തമാക്കാനും ഉണ്ടായ സാഹചര്യം നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2001-ലാണ് ഫ്രഞ്ച് വ്യോമസേന റഫേലിനെ പുറത്തിറക്കുന്നത്. 1999-ല് കാർഗിൽ യുദ്ധം ജയിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് 2001 ഡിസംബർ 13-ന് ഇന്ത്യൻ പാർലമെന്റിൽ ലഷ്കർ-ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും ചേർന്ന് ഭീകരാക്രമണം നടത്തുന്നത്. അതിൽ 9 പേര് മരിക്കുകയും 18 പേർക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം ജമ്മു കാശ്മീരിന്റെ അവകാശം പറഞ്ഞ് ഇന്ത്യക്ക് തീരാ തലവേദന തരുന്ന ഏക രാജ്യം പാകിസ്ഥാനാണ്. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവയുടെ ഭേദഗതിയെക്കുറിച്ചും മുൻപ് വീഡിയോ ചെയ്തിരുന്നു. കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2002-ലെ അക്ഷർധാം ആക്രമണവും സിയാചൻ പ്രശ്നവും അങ്ങനെ തുടരെയുള്ള പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് സഹിക്കവയ്യാതായി. റഫേൽ പോലുള്ള ഫൈറ്റർ ജെറ്റ് സ്വന്തമാക്കിയാൽ അത് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും പരസ്പര സഹകരണത്തോടെ ഉപയോഗിക്കാൻ സാധിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് 2007-ൽ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ആഗോള ടെൻഡർ ക്ഷണിച്ചു. യൂറോ ഫൈറ്റർ, ടൈഫൂൺ, റഫേൽ, സൂപ്പർ ഹോർണൈറ്റ്, ഫാൽക്കൺ 16, മിഗ് 35, ഗ്രിപ്പൻ ഒക്കെ ടെൻഡർ വെച്ചെങ്കിലും കുറഞ്ഞ ടെൻഡർ വെച്ചത് റഫേലായിരുന്നു. ആ ഒരു പരിഗണന റഫേലിനുണ്ടായിരുന്നു. പിന്നെ വ്യോമസേന ഉദ്യോഗസ്ഥർ മറ്റുള്ള യുദ്ധവിമാനങ്ങൾ നേരിട്ട് പോയി കണ്ട് പരിശോധിച്ചപ്പോൾ റഫേൽ കുറച്ചുകൂടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കുകയും ജെൻ 5-ൽ പെട്ടതല്ലെങ്കിലും റഫേലിനെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ, അതായത് ലേ, ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പറന്നുയരാനുള്ള എഞ്ചിൻ കരുത്തും ഭീകരപ്രവർത്തകരുടെ കേന്ദ്രങ്ങൾ അത്യാധുനിക സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള കഴിവും ഭാരം കൂടിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും വായുവിൽ നിന്ന് വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ പറ്റിയ മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനവും റഫേലിനുണ്ട്. So we chose Rafale and that was a right decision by Prime Minister Narendra Modi.
63,000 കോടി രൂപയുടെ 26 റഫേൽ എം ഫൈറ്റർ ജെറ്റ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് റഫേലിനെ കൊണ്ടുവന്നത്. ആദ്യമായി റഫേൽ ഫൈറ്റർ ജെറ്റ് പറത്തിയത് അന്നത്തെ എയർ വൈസ് മാർഷലായിരുന്ന ഹിലാൽ അഹമ്മദ് ആയിരുന്നു. അതുപോലെ സിംഗിൾ സീറ്റ് റഫേൽ ഫൈറ്റർ ജെറ്റ് പറത്തിയ ആദ്യ വനിത ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശിവാംഗി സിംഗ് ആയിരുന്നു. പാകിസ്ഥാൻ, ലിബിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, മാലി യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ പടക്കുതിരയായിരുന്നു റഫേൽ. പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയെ ഭയക്കുന്നത് ആവനാഴിയിലെ അമ്പുപോലെ ഇന്ത്യ കരുതി വെച്ചിരിക്കുന്ന റഫേലിനെയും ഭയന്നിട്ടാണ്. റഫേൽ അതൊരു വികാരമാണ്, ദേശാഭിമാനത്തിൻ്റെ. മതഭ്രാന്തിൻ്റെ പേരിൽ നിരപരാധികളുടെ ജീവൻ കുരുതി കഴിക്കുന്ന നരാധമന്മാർക്കുള്ള മറുപടിയാണത്. സുമംഗലിമാരായ ഇന്ത്യൻ സഹോദരിമാരുടെ നെറ്റിയിലെ സീമന്തരേഖയിൽ നിന്നും സിന്ദൂരം തുടച്ചു മാറ്റാൻ ഇനി ഒരുത്തനും ധൈര്യമുണ്ടാകാതിരിക്കട്ടെ. ഓപ്പറേഷൻ സിന്ദൂറിൽ നിങ്ങളും അഭിമാനിക്കുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.